എഹെസ്കേൽ 46 അധ്യായം 1 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. യഹോവയെ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു. അകത്തെ പ്രാകാരത്തിന്റെ കിഴക്കോട്ടുള്ള ദർശനമുള്ള ഗോപുരം വേലയുള്ള 6 ദിവസവും അടച്ചിരിക്കണം. സബത്ത് നാളിലോ അത് തുറന്നിരിക്കണം, അമാവാസ്യ ദിവസത്തിലും അത് തുറന്നിരിക്കണം. എന്നാൽ പ്രഭു പുറത്തുനിന്ന് ആ ഗോപുരത്തിന്റെ പൂമുഖം വഴിയെ കടന്നു ചെന്ന് ഗോപുരത്തിന്റെ മുറിച്ചുവരിനരികെ നിൽക്കണം. പുരോഹിതൻ അവന്റെ ഹോമയാഗവും സമാധാനയാഗവും അർപ്പിക്കുമ്പോൾ അവൻ ഗോപുരത്തിന്റെ ഉമ്മരപ്പടിക്കൽ നമസ്കരിക്കണം. പിന്നെ അവൻ പുറത്തേക്ക് പോകണം. എന്നാൽ ഗോപുരം സന്ധ്യ വരെ അടയ്ക്കാതിരിക്കണം. ദേശസ്ഥ ജന സബതുകളിലും അമാവാസികളിലും ഈ ഗോപുര പ്രവേശനത്തെങ്കിൽ യഹോവയുടെ സന്നിധി നമസ്കരിക്കണം. പ്രഭു സബത്ത് നാളിൽ യഹോവയ്ക്ക് ഹോമയാഗമായി ഊനമില്ലാത്ത 6 കുഞ്ഞാടിനെയും ഊനമില്ലാത്തൊരു മുട്ടാടിനെയും അർപ്പിക്കണം. ഭോജനയാഗമായി അവൻ മുട്ടാടിന് 1 ഏഫയും കുഞ്ഞാടുകൾക്ക് തന്റെ പ്രാപ്തി പോലെയുള്ള ഭോജനയാഗവും ഏഫ 1 1 ഹീൻ എണ്ണ വീതവും അർപ്പിക്കണം. അമാവാസ ദിവസത്തിലോ ഊനമില്ലാത്തൊരു കാളക്കുട്ടിയെയും 6 കുഞ്ഞാടിനെയും 1 മുട്ടാടിനെയും അർപ്പിക്കണം. ഇവയും ഊനമില്ലാത്തവ ആയിരിക്കണം. ഭോജനയാഗമായി അവൻ കാളയ്ക്ക് 1 ഏഫയും മുട്ടാടിന് 1 ഏഫയും കുഞ്ഞാടുകൾക്ക് തന്റെ പ്രാപ്തി പോലുള്ളതും ഏഫ 1 1 ഹീൻ എണ്ണ വീതവും അർപ്പിക്കണം. പ്രഭു വരുമ്പോൾ അവൻ ഗോപുരത്തിന്റെ പൂമുഖം വഴിയായി കടക്കുകയും ആ വഴിയായി തന്നെ പുറത്തേക്ക് പോവുകയും വേണം. എന്നാൽ ദേശത്തെ ജനം ഉത്സവങ്ങളിൽ യഹോവയുടെ സന്നിധിയിൽ വരുമ്പോൾ വടക്കേ ഗോപുരം വഴിയായി നമസ്കരിപ്പാൻ വരുന്നവൻ തെക്കേ ഗോപുരം വഴിയായി പുറത്തേക്ക് പോവുകയും തെക്കേ ഗോപുരം വഴിയായി വരുന്നവൻ വടക്കേ ഗോപുരം വഴിയായി പുറത്തേക്ക് പോവുകയും വേണം. താൻ വന്ന ഗോപുരം വഴിയായി മടങ്ങിപ്പോകാതെ അതിനെതിരെയുള്ളതിൽ കൂടി പുറത്തേക്ക് പോകണം. അവർ വരുമ്പോൾ പ്രഭുവും അവരുടെ മധ്യേ വരികയും അവർ പോകുമ്പോൾ അവനോട് കൂടെ പോവുകയും വേണം. വിശേഷ ദിവസങ്ങളിലും ഉത്സവങ്ങളിലും ഭോജനയാഗം കാളയ്ക്ക് 1 ഏഫയും മുട്ടാടിന് 1 ഏഫയും കുഞ്ഞാടുകൾക്ക് തന്റെ പ്രാപ്തി പോലുള്ളതും ഏഫയ്ക്ക് 1 ഹീന എണ്ണയും വീതം ആയിരിക്കണം. എന്നാൽ പ്രഭു സ്വമേധാനമായ ഹോമയാഗമോ സമാധാനമായ സമാധാനയാഗങ്ങളോ യഹോവയ്ക്ക് അർപ്പിക്കുമ്പോൾ കിഴക്കോട്ട് ദർശനമുള്ള ഗോപുരം അവന് തുറന്നു കൊടുക്കണം. അവൻ സബത്ത് നാളിൽ ചെയ്യുന്ന പോലെ തന്റെ ഹോമയാഗവും സമാധാനയാഗങ്ങളും അർപ്പിക്കണം. പിന്നെ അവൻ പുറത്തേക്ക് പോകണം. അവൻ പുറത്തേക്ക് പോയ ശേഷം ഗോപുരം അടയ്ക്കണം. 1 വയസ്സ് പ്രായമുള്ളതും ഊനമില്ലാത്തതുമായ 1 കുഞ്ഞാടിനെ നീ ദിനം പ്രതി യഹോവയ്ക്ക് ഹോമയാഗമായി അർപ്പിക്കണം. രാവിലെ തോറും അതിനെ അർപ്പിക്കണം. അതിന്റെ ഭോജനയാഗമായി നീ രാവിലെ തോറും ഏഫയിൽ 6 നേരിയ മാവ് കുഴക്കേണ്ടതെന്ന് ഹീനിൽ 3 എണ്ണയും അർപ്പിക്കണം. അത് ഒരു സ്വാസ്ഥ നിയമമായി യഹോവയ്ക്കുള്ള നിരന്തര ഭോജനയാഗം. ഇങ്ങനെ അവർ രാവിലെ തോറും നിരന്തര ഹോമയാഗമായി കുഞ്ഞാടിനെയും ഭോജനയാഗത്തെയും എണ്ണയും അർപ്പിക്കണം. യഹോവയെ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു. പ്രഭു തന്റെ പുത്രന്മാരിൽ ഒരുത്തനു ഒരു ദാനം കൊടുക്കുന്നുവെങ്കിൽ അത് അവന്റെ അവകാശമായി അവന്റെ പുത്രന്മാർക്കുള്ളതായിരിക്കണം. അത് അവകാശമായി അവരുടെ കൈവശം ഇരിക്കണം. എന്നാൽ അവൻ തന്റെ ദാസന്മാരിൽ ഒരുത്തനെ തന്റെ അവകാശത്തിൽ നിന്നൊരു ദാനം കൊടുക്കുന്നുവെങ്കിൽ അത് വിടുതലാണ്ട് വരെ അവനുള്ളതായിരിക്കണം. പിന്നത്തേതിൽ അത് പ്രഭുവിന് തിരികെ ചേരണം. അതിന്റെ അവകാശം അവന്റെ പുത്രന്മാർക്ക് തന്നെ ഇരിക്കണം. പ്രഭു ജനത്തെ അവരുടെ അവകാശത്തെ നീക്കി അവരുടെ അവകാശത്തിലൊന്നും അപഹരിക്കരുത്. എന്റെ ജനത്തിൽ ഓരോരുത്തരും താന്റെ അവകാശം വിട്ട് ചിന്നിപ്പോകാതിരിപ്പാൻ അവൻ സ്വന്തം അവകാശത്തിൽ തന്നെ തന്റെ പുത്രന്മാർക്ക് അവകാശം കൊടുക്കണം. പിന്നെ അവൻ ഗോപുരത്തിന്റെ പാർശ്വത്തിലുള്ള പ്രവേശനത്തിൽ കൂടി എന്നെ വടക്കോട്ട് ദർശനമുള്ളതായി പുരോഹിതന്മാരുടെ വിശുദ്ധ മണ്ഡപങ്ങളിലേക്ക് കൊണ്ടുചെന്ന് അവിടെ ഞാൻ പടിഞ്ഞാറേ അറ്റത്ത് ഒരു സ്ഥലം കണ്ടു. അവൻ എന്നോട്, പുരോഹിതന്മാർ അകൃത്യയാകവും പാപയാകവും പാകം ചെയ്യുന്നതും ഭോജനയാഗം ചുടുന്നതുമായ സ്ഥലം ഇതാകുന്നു. അവർ ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന് അവയെ പുറത്തെ പ്രകാരത്തിലേക്ക് കൊണ്ടുപോകാതിരിപ്പാൻ തന്നെ എന്ന് അരുളിച്ചെയ്തു. പിന്നെ അവൻ എന്നെ പുറത്തെ പ്രകാരത്തിലേക്ക് കൊണ്ടുപോയി പ്രകാരത്തിന്റെ 4 മൂലക്കലും ചെല്ലുമാറാക്കി. പ്രകാരത്തിന്റെ ഓരോ മൂലയിലും ഓരോ മുറ്റമുണ്ടായിരുന്നു. പ്രകാരത്തിന്റെ 4 മൂലയിലും 40 മുഴം നീളവും 30 മുഴം വീതിയുമുള്ള അടയ്ക്കപ്പെട്ട മുറ്റങ്ങൾ ഉണ്ടായിരുന്നു.
4 മൂലയിലും ഉള്ള അവ 4നും ഒരേ അളവായിരുന്നു. അവയ്ക്ക് 4നും ചുറ്റും ഒരു പന്തി കല്ല് കെട്ടിയിരുന്നു. ഈ കൽനിരകളുടെ കീഴെ ചുറ്റും അടുപ്പുണ്ടാക്കിയിരുന്നു. അവൻ എന്നോട്, ഈ ആലയത്തിന്റെ ശുശ്രൂഷകന്മാർ ജനത്തിന്റെ ഹനനയാഗം പാകം ചെയ്യുന്ന വിപ്പുപുരയാകുന്നു എന്ന് അരുളിച്ചെയ്തു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാറിക്കുമോ.